അങ്ങനെ നമ്മൾ ഉന്മാദം എന്ന് മറ്റുള്ള സിനിമ കണ്ടിരിക്കുകയാണ്. ആൻഡ് പടം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ കോമഡി പോലും അല്ല പറയണത്, എനിക്കറിയില്ല. ലൈക്ക് ഈ പടം ഒരു നല്ല സിനിമയാണോ എന്ന് ചോദിച്ചാൽ ഒരു പരിധി വരെ യെസ്, ഇതൊരു നല്ലൊരു സിനിമയാണ്. ഈ പടം ഒരു മോശം സിനിമയാണോ എന്ന് ചോദിച്ചാൽ യെസ്, ഒരു പരിധി വരെ ഇതൊരു മോശം സിനിമയും കൂടിയാണ്. അങ്ങനത്തെ ഒരു പക്ക കൺഫ്ലിക്റ്റഡ് ആയിട്ടുള്ള ഒരു ഒപ്പീനിയനോടെയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ജെന്യുവൻലി എനിക്കറിയില്ല ഇത് നല്ല സിനിമയാണോ അല്ലേ. അഥവാ നിങ്ങൾ ഈ പടം തിയേറ്ററിൽ പോയി കാണണമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരു ഡിഫറെന്റ് പടം വിത്ത് ഫ്യൂ ക്ലീഷേ ജനറിക് പരിപാടികൾ കാണണമെന്നുണ്ടെങ്കിൽ ഇതൊരു മസ്റ്റ് വാച്ച് ഇൻ തിയേറ്ററാണ്. ഇപ്പൊ നിങ്ങൾ ജെന്യുവൻലി ചിന്തിക്കായിരിക്കും ഞാൻ എന്ത് വലിച്ചിട്ട് ഇതൊക്കെ വിളിച്ച് പറയണത്. എനിക്ക് സത്യം പറയില്ല, ഐ ഡോണ്ട് നോ വാട്ട് ഐ എം ടോക്കിംഗ് അബൌട്ട്, ബട്ട് ദാറ്റ് ഈസ് ദിസ് മൂവി. ഐ ഡോണ്ട് നോ വാട്ട് ഐ ജസ്റ്റ് വാച്ച്. ആക്കെ ആദ്യം തന്നെ കുറച്ച് കാര്യങ്ങൾ പറയാം. ടെക്നിക്കലി പടം കുഴപ്പമില്ല പറയാൻ കാരണം സാധനം നൈസ് ആയിരുന്നു. മേക്കേഴ്സ് എന്താണ് ഈ പടത്തിന് ആവശ്യം അത് അവർ കൊടുത്തിട്ടുണ്ട് ഡെഫിനറ്റ്ലി, എസ്പെഷ്യലി CGI വർക്കൊക്കെ അതെന്തായാലും നൈസ് ആയിരുന്നു. ബട്ട് എനിക്ക് അങ്ങനെ വാവ് ആയിട്ടൊന്നും പേഴ്സണലി ഫീൽ ചെയ്തില്ല. വിഷ്വലി ആയിക്കോട്ടെ, ഓഡിയോ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും വിഷ്വലി എനിക്ക് അങ്ങനെ വാവ് ആയിട്ടൊന്നും ഫീൽ ചെയ്തില്ല. ബട്ട് സ്റ്റിൽ നൈസ് ആയിരുന്നു, മോശമൊന്നുമല്ല കേട്ടോ. പിന്നെ മ്യൂസിക് മുജീബ് മജീദാണ്, പറയേണ്ട ആവശ്യമില്ല, കിടുക്കാച്ചി വർക്കായിരുന്നു. ചില ഭാഗങ്ങളിൽ എനിക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ലൈക്ക് ഇതെന്താ ഇങ്ങനത്തെ ഒരു പരിപാടി, ഇതന്നെ വേറെ വല്ലതും ചെയ്യുന്നൊരു ഫീലിംഗ് കിട്ടിയെങ്കിലും പക്ക എക്സ്പെരിമെന്റൽ സാധനം ആസ് യൂഷ്വൽ. മുജീബ് മജീദ് എനിക്ക് മുജീബ് മജീദ് മ്യൂസിക് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് പെർഫോമൻസസ് എല്ലാവരും ഗംഭീരമായിരുന്നു. എസ്പെഷ്യലി കുഞ്ചാക്കോ ബോബൻ, ഞാൻ പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കുഞ്ചാക്കോ ബോബൻ എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിൽ കുഞ്ചാക്കോന്റെ പെർഫോമൻസ് ഒക്കെ ഔട്ട് ഓഫ് ദിസ് വേൾഡ് ആയിരുന്നു. പിന്നെ അതുപോലെ ഇതിൽ മെയിൻ 2 ലീഡ് ഉണ്ടല്ലോ, കുഞ്ചാക്കോന്റെ ക്യാരക്ടർ പ്ലസ് സൗമ്യ എന്ന് പറയുന്ന ക്യാരക്ടർ പ്ലേ ചെയ്യുന്ന ആക്ട്രസ്, അവർ രണ്ടുപേരും തമ്മിലുള്ള ഡൈനാമിക് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി. പടത്തിന് നന്നായിട്ട് ആ ഒരു സാധനം വർക്ക്. ആൻഡ് പെർഫോമൻസ് വൈസ് അഗൈൻ എല്ലാവരും നന്നായിരുന്നു. ആൻഡ് പടത്തിന്റെ ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫിന്റെ ഏകദേശം ഒരു 1/4 ഭാഗം വരെ പടം നൈസാണ്. ഒരു ഡിഫറെന്റ് പരിപാടി, ഒരു ഡിഫറെന്റ് കോൺസെപ്റ്റ്, അതൊരു നല്ല രസമായിട്ടുള്ള വളരെ നീറ്റായിട്ടുള്ള രീതിയിൽ പടം അങ്ങനെ കൊണ്ടുപോയി സെക്കൻഡ് ഹാഫിന്റെ ഒരു 1/4 ഭാഗത്തിന് ശേഷം പിന്നെ എന്തൊക്കെയൊക്കെയോ നടന്നു. അതോ ലിറ്ററലി ഞാൻ അതുവരെയ്ക്കും കണ്ട സിനിമയാണോ പിന്നെ കാണുന്നുണ്ടായിരുന്നെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. സെക്കൻഡ് ഹാഫിന്റെ 1/4 ഭാഗം കഴിഞ്ഞപ്പോൾ പിന്നെ പടം കുറച്ച് നേരത്തേക്ക് ഒരു പക്ക ജിനറിക് പ്രെഡിക്റ്റബിൾ ഒരു എൻഗേജിങ് എലമെന്റ് ഇല്ലാത്ത ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ സസ്പെൻസ് ത്രില്ലറായിരുന്നു. പക്ഷെ സഡൻ ആയിട്ട് പടം പക്ക വിയേർഡ് ബിസാർ എക്സ്പെരിമെന്റൽ പരിപാടിയും ചെയ്യും. അങ്ങനത്തെ ഒരു പരിപാടി സെക്കൻഡ് ഹാഫ്. പിന്നെ പടം അവസാനിച്ചു. പക്ഷെ പടം അവസാനിക്കുന്നതിന് മുന്നേ ഒരു ക്യാരക്ടർ ഒരു ഡയലോഗ് പറയുന്നുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡയലോഗ്, ഭയങ്കര ട്വിസ്റ്റ് ആയിട്ടുള്ള പരിപാടി ഉണ്ടല്ലോ. പക്ഷെ ആ ഡയലോഗ് കേട്ടപ്പോൾ ഞാൻ മൊത്തത്തിൽ കൺഫ്യൂസ്ഡ് ആയി. ചിലപ്പോൾ അത് ഷാഹിദ് കപൂർ വെറുതെ എഴുതിയിരിക്കുന്ന ഡയലോഗ് ആവാം, പക്ഷെ ഞാൻ അതിൽ വേറൊരു മീനിങ്ങിൽ എടുത്തു നോക്കി. ആ ഒരു മീനിങ്ങിൽ എടുത്തപ്പോൾ അതുവരെയ്ക്കും എനിക്കുണ്ടായിരുന്ന ചോദ്യങ്ങളുണ്ടല്ലോ, അഥവാ എന്തോ ആഡ് ചെയ്ത് നടക്കുന്നത്, എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് എന്നുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഒരു ഉത്തരവ് എനിക്കത്. അന്നൊക്കെ ചിലപ്പോൾ പടം കാണുന്ന ചില ആൾക്കാരെങ്കിലും ഞാൻ എന്തിനെ പറ്റിയിട്ടാണ് പറയുന്നത് മനസ്സിലാണോ, എനിക്ക് സ്പോയിൽ ചെയ്യാൻ ആഗ്രഹമില്ല. ബട്ട് ആ ഒരു ഡയലോഗ് ജെനുവൻലി എൻ്റെ ഈ പടത്തിനെ പറ്റിയുള്ള ഒരു ഹോൾ പെർസ്പെക്റ്റീവ് തന്നെ മാറ്റിമറിച്ചു. ഇതേപോലെ എനിക്ക് മറ്റേ മസ്തിഷ്ക മരണം എന്നുള്ള ഒരു സിനിമ ഉണ്ടല്ലോ, അതിലും എനിക്ക് ഫീൽ ചെയ്ത് അവസാനം വരെ ഓക്കെ എന്നിട്ടിങ്ങനെ ഫസ്റ്റ് ഹാഫ് ഒക്കെ ഭയങ്കര ഷോക്കായിരുന്നു. സെക്കൻഡ് ഹാഫ് ഇങ്ങനെ പോയ പടം ക്ലൈമാക്സിൽ 5 സെക്കൻഡിൽ ഒരു പരിപാടി ചെയ്തു. അത് കണ്ടപ്പോൾ ഞാൻ മൊത്തത്തിൽ അത് കലക്കിയല്ലോ, അതെന്താ അങ്ങനെ എന്നിട്ട് എന്നെ കൊണ്ട് ചിന്തിപ്പിച്ചു. ആ പടം ഗംഭീരമാണെന്നല്ല പറയുന്നത്, ബട്ട് അത് ആ ഒരു സാധനം ഉണ്ടല്ലോ, ആ പടത്തിനെ പറ്റിയുള്ള എൻ്റെ ഹോൾ പെർസ്പെക്റ്റീവ് തന്നെ ചേഞ്ച് ചെയ്തു. അതേപോലെയാണ് ഇവിടെ ആ ഒരു ഡയലോഗ്. ചിലപ്പോൾ ഞാൻ ഈ ഒരു പടം സെക്കൻഡ് ടൈം കാണാനെങ്കിൽ കുറച്ചും കൂടി ഇഷ്ടപ്പെടും. പക്ഷെ സെക്കൻഡ് ടൈം കാണണമെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്ക് ആഗ്രഹമില്ല. ബിക്കോസ് ആ സെക്കൻഡ് ഹാഫിന്റെ 1/4 ഭാഗത്തിന് ശേഷം എനിക്ക് പേഴ്സണലി പടം അസഹനീയമായിട്ട് ഫീൽ ചെയ്തു. അഥവാ അഗൈൻ എന്തൊക്കെയൊക്കെയോ കാണിച്ചു കൂട്ടുന്നു, ഒന്നിനും ഒരു ത്രൂ ലൈനോ ഒന്നുമില്ലാതെ എന്തൊക്കെയൊക്കെയോ കാണിച്ചു കൂട്ടിയ പോലെ അത് ജനുവലി അസഹനീയമായിരുന്നു എനിക്ക്. അതുകൊണ്ട് ഒരു സെക്കൻഡ് ടൈം കാണാൻ എനിക്ക് ആഗ്രഹമില്ല. ബേസിക്കലി സെക്കൻഡ് ഹാഫിൽ അഗൈൻ ആ ഭാഗത്തെത്തിയപ്പോൾ പടം അങ്ങനെ മൾട്ടിപ്പിൾ കോൺസെപ്റ്റ്സും വെച്ച് ജഗിൾ ചെയ്ത് പരിപാടികൾ എന്തൊക്കെയൊക്കെയോ കാണിച്ചു കൂട്ടി. പക്ക ലിറ്ററലി ഷാഹിദ് കപൂർ ഇത് എന്താ എഴുതി വെച്ചിരിക്കണമെന്ന് എന്നെ കൊണ്ട് ചോദിപ്പിച്ചു. പക്ഷെ അഗൈൻ അവസാനത്തെ ആ ഒരു ഡയലോഗ് അത് ഷാഹിദ് കപൂർ ആ ഒരു മീനിങ്ങിലാണ് അവിടെ വെച്ചതെങ്കിൽ അല്ലെങ്കിലും ഞാൻ ആ ഒരു മീനിങ്ങിൽ എടുക്കുമ്പോൾ എൻ്റെ കുറേ ചോദ്യത്തിന് ഉത്തരം എനിക്ക് കിട്ടി. ഞാനിപ്പോൾ പറഞ്ഞ ഒന്നും ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ട്, ബിക്കോസ് നിങ്ങൾ സിനിമ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ കണ്ട ആൾക്കാരിൽ ചില ആൾക്കാർക്കെങ്കിലും എൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ബട്ട് പടം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അഗൈൻ ഐ ഡോണ്ട് നോ. നിങ്ങൾക്കും എന്നെ പോലെ ഒരു സിനിമ കൊണ്ട് ഇരുന്നിങ്ങനെ ചിന്തിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്ത് കോപ്പാ ഞാനിപ്പോൾ കണ്ട് എന്ന് ചിന്തിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇതൊരു മസ്റ്റ് വാച്ചാണ്. ബിക്കോസ് ദർ ഈസ് എ ലോട്ട് ടു തിങ്ക് അബൌട്ട് ഇൻ ദിസ് മൂവി.
ഞാൻ സെക്കൻഡ് ടൈം കാണണമെങ്കിൽ മേ ബി ഇറ്റ് മൈറ്റ് ബിക്കം ബെറ്റർ, ബട്ട് ഞാൻ പ്രോബബ്ലി കാണാൻ പോണില്ല. ബട്ട് യാ, ഇറ്റ്സ് എ വെരി വിയേർഡ് എക്സ്പീരിയൻസ്, വെരി വിയേർഡ് കൺഫ്ലിക്റ്റിംഗ് എക്സ്പീരിയൻസ് ആണ്. യാ, ഇറ്റ്സ് വർത്ത് എ വൺ ടൈം വാച്ച്. അതുകൊണ്ട് ഡെഫിനറ്റ്ലി പറ്റുകയാണെങ്കിൽ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ബട്ട് ദാറ്റ്സ് മൈ ഒപ്പീനിയൻ ഓൺ ഉന്മാദം. സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് സെക്ഷൻ ഡ്രോപ്പ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ വീഡിയോ.